അതായത് ഇപ്പോൾ സമീർ സി മുഹമ്മദ് ചേരുന്നു. സമീർ സി മുഹമ്മദ് എം കെ മുനീറുണ്ട്. നേരത്തെ വഖഫ് വിഷയത്തിൽ മുസ്തഫ മുണ്ടുപാറയുടെ സുപ്രഭാതത്തിൽ ലേഖനം അടക്കം ചോദ്യങ്ങളുണ്ട്. സമീർ, എം കെ മുനീറിനോട് ആ വിഷയങ്ങളൊക്കെ ചോദിക്കല്ലേ? ഹാഷ്മി, തീർച്ചയായും ഡോക്ടർ എം കെ മുനീർ നമുക്കൊപ്പം ചേരുകയാണ്. വിവിധ വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്ക് ലഭ്യമാവും. പ്രധാനമായും ഇപ്പോൾ മുനമ്പം വിഷയമാണ് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത്. എങ്ങനെയാണ് ആ വിഷയത്തെ കാണുന്നത്? ഈ മുനമ്പം വിഷയം അന്ന് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നു. ആ യോഗത്തിലെടുത്ത പ്രമേയം അന്ന് പത്രക്കാരോട് പങ്കുവച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും കോർഡിനേഷൻ കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെയും നിലപാട്. സുപ്രഭാതത്തിൽ ഇന്ന് ഒരു ലേഖനം വന്നിട്ടുണ്ട്. അത് വഖഫ് ഭൂമിയാണ്, അത് അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കുള്ളതല്ല എന്നുള്ളതാണ് മുസ്തഫ മുണ്ടുപാറയുടെ ലേഖനം. അല്ല, ഞാൻ മറ്റുള്ളതിലേക്കൊന്നും കിടക്കുന്നില്ല. വേറെ പലരും പല ലേഖനങ്ങൾ എഴുതുന്നുണ്ടാവാം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ സമുദായങ്ങൾ തമ്മിൽ അകലുന്നൊരു സാഹചര്യമാണ് ഇപ്പം പല മേഖലകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിന് ഒരു നല്ല രീതിയിലുള്ള പരിഹാരം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് മുസ്ലിം സംഘടനകൾ മുഴുവൻ. അന്ന് ഫാറൂഖ് കോളേജിൻ്റെ പ്രതിനിധികളും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഇത് രൂക്ഷമായിട്ടുള്ള ഒരു സാമുദായിക പ്രശ്നമായി, രണ്ട് മതങ്ങൾ തമ്മിലുള്ള സംഘർഷമായി മാറാതെ നോക്കേണ്ടതുണ്ട്. കാരണം നമുക്കിവിടെ സാമൂഹ്യ അന്തരീക്ഷം വളരെ സുഗമമായി നിലനിർത്തുക എന്ന് പറയുന്നതിനാണല്ലോ നമ്മുടെ മുൻഗണന. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അതിലൊരു തീരുമാനം പറയട്ടെ. കോടതിയിലുള്ള വ്യവഹാരം എന്ന് പറയുന്നത് വളരെ അധികം നീണ്ടുപോകാനുള്ള സാധ്യതയുള്ള വിഷയമാണല്ലോ. അതുകൊണ്ട് തന്നെ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റിന് വരെ തയ്യാറാണ് എന്നുള്ളതാണ് മുസ്ലിം സംഘടനകൾ പറഞ്ഞിട്ടുള്ളത്. അത് ഗവൺമെൻറ്, അതുപോലെ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളൊരു സ്ഥാപനമാണ്. അപ്പോൾ ഗവൺമെൻറ് മുൻകൈ എടുക്കട്ടെ. മുൻകൈ എടുത്തത് ഇപ്പോൾ ഇന്ന് റഷീദ് അലി തങ്ങളും ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രശ്നം അവിടെ നിന്നുള്ള ആളുകളെ ആട്ടി ഓടിക്കുക എന്നുള്ള ലക്ഷ്യം നമുക്ക് ആർക്കും ഇല്ലല്ലോ. അവിടെ കുറേ കാലമായി താമസിക്കുന്ന, അവിടുത്തെ വീട് വെച്ച് താമസിക്കുന്നവരെ ആട്ടി ഓടിക്കണമെന്ന് ഒരു സംഘടനയും ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. ഇതിന് ഒരു അമിക്കബിളായിട്ടുള്ള ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതിന് രാഷ്ട്രീയമായി പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ BJP അതിനെ വേറെ രീതിയിൽ അവർക്ക് ഈ വഖഫ് അമെൻമെൻറ്റ് ബില്ലിനെ ന്യായീകരിക്കാനുള്ള ഒരു വിഷയമാക്കി അവർ ഇതിനെടുക്കുന്നു. അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടി അടക്കം ഇതിനകത്ത് ഇത് വെച്ച് താമസിപ്പിക്കുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാകേണ്ട വിഷയമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ അവിടെ താമസിക്കുന്ന കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിക്ക് ഒരു വേദന ഉണ്ടാക്കണമെന്ന് ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി ആഗ്രഹിക്കുമോ? ഇത് അങ്ങനെയുള്ള ഒരു നാടല്ലല്ലോ കേരളം. കേരളം എന്ന് പറയുന്നത് ഇത്ര സൗഹൃദത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇതിൽ അപ്പുറത്തുള്ളവരും ക്രിസ്തീയ സമൂഹത്തിലുള്ള ആളുകളായാലും മുസ്ലിം സമൂഹത്തിലുള്ള ആളുകളായാലും സംയമനം പാലിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ നാവിൽ നിന്ന് വീണു പോകുന്ന ഒരു വാക്ക് പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അത് രണ്ട് കമ്മ്യൂണിറ്റിയും നോക്കേണ്ടതാണ്. നിങ്ങൾ എന്താണ്, അന്തിമമായി നമ്മളൊക്കെ ഒന്നല്ലേ? അപ്പോൾ അതിന് എങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് ന്യായമായിട്ടുള്ള ആലോചനകളാണ് ഇപ്പോൾ ആവശ്യം. ഹാഷ്മി, അതായത് സമാധാനപരമായിട്ട് ഈ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാവണം. അത് വർഗീയപരമായിട്ട് മാറുന്ന ഒരു ഘട്ടമുണ്ട്. അത് ഒഴിവാക്കാനുള്ള ശ്രമം എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് ഡോക്ടർ എം കെ മുനീർ മുന്നോട്ട് വെക്കുന്നത്. സമീർ സി മുഹമ്മദ് എം കെ മുനീറിനൊപ്പം ചേരുകയായിരുന്നു. വഖഫിലെ ലീഗിൻ്റെ നിലപാട് നേരത്തെ തന്നെ പറഞ്ഞാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ. അതൊരിക്കൽ കൂടി ആവർത്തിക്കുന്നു എം കെ മുനീർ.